ഹലോ, ഇപ്രാവശ്യം ഞങ്ങൾ പോയതുണ്ടല്ലോ രാജേന്ദ്ര മൈതാനത്തിലാട്ടോ. ഞങ്ങൾ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു കേട്ടോ ഇവിടെ പോകണമെന്ന്. അച്ഛനൊരു ദിവസം നേരത്തെ വന്നു ഓഫീസിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എവിടെയെങ്കിലും ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ രാജേന്ദ്ര മൈതാനത്തിലോട്ട് വിട്ടു. അവിടെ രാമവർമ്മ രാജാവിൻ്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറേ നേരം അവിടെ ആ സ്റ്റാച്ചുവിൻ്റെ താഴെ എഴുതിയൊരു ബോർഡൊക്കെ വായിച്ച് ഇതാണ് കേട്ടോ ആ ബോർഡ്. രാമവർമ്മ സർ രാമവർമ്മ എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു ബോർഡ് ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ വായിച്ച് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നെ അവിടെ ഒരു കായലുണ്ടായിരുന്നു സൈഡ്, അതാണല്ലോ അതിൻ്റെ മെയിൻ വ്യൂ. പിന്നെ അവിടെ ഇപ്പം തന്നെ കറങ്ങിയും ചാട്ടവും ഓട്ടവും ഒക്കെ ആയിരുന്നു. ഡിച്ചൂസ് സത്യം പറഞ്ഞാൽ കോഴിക്കൂട്ടിൽ നിന്ന് കോഴീനെ പുറത്തിറക്കിയ പോലെ ആയിരുന്നു ഡിച്ചൂസിൻ്റെ കളി. ഞങ്ങൾ അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഡിച്ചു ഭയങ്കര ഓട്ടമായിരുന്നു. പിന്നെ വ്യൂവിൻ്റെ കാര്യത്തിൽ പിന്നെ ഞാൻ പറയണ്ടല്ലോ, എനിക്കിഷ്ടമായി എന്തായാലും. പിന്നെ ഞാനും അമ്മയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പതുക്കെ നടക്കുന്നു. ഡിച്ചസ് കമോൺ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഓടി നടക്കുന്നു. ഡിച്ച് ഫുൾ ഓൺ പവറായിരുന്നു, ഫുൾ ഓട്ടി കളിക്കലായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ ആ പറഞ്ഞൊരു കായലുണ്ട് സൈഡിൽ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അതിൻ്റെ സൈഡിലായിട്ട് സീറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം നോക്കി. അപ്പോൾ ഡിച്ചൂസ് ഇങ്ങനെ ആ കായലിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഡിച്ചൂസ് കഴിക്കുന്നത്. അപ്പോഴാണ് അവൻ ആകെ ഒന്ന് അടങ്ങിയിരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്നപ്പോഴത്തേക്കാണ് ഒരു സന്ധ്യ സമയം, ആ ഒരു ടൈമൊക്കെ ആയി. അതേപോലെ തന്നെ ഉണ്ടല്ലോ ഞങ്ങൾ അവിടെ ഒരു ഷിപ്പ് കണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ എനിക്ക് പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരുമ്പോൾ തന്നെ വന്നത് ഈ കായലിൻ്റെ ഭംഗി കാണാനും ഷിപ്പ് കാണാനും ഈ രാമവർമ്മൻ്റെ സ്റ്റാച്ചു കാണാനും ഒന്നുമല്ല. ഞങ്ങൾ നോട്ട് വിട്ടത് ഫുൾ അവിടെയുള്ള സുഭാഷ് പാർക്കാണ് കേട്ടോ. അപ്പം അമ്മ സത്യം പറഞ്ഞാൽ ആ സ്ഥലത്തോട്ട് അടുപ്പിക്കുകയും ചെയ്യാണ്ട് കൊണ്ടുവരാനാണ് അമ്മയുടെ എല്ലാവിധ പ്ലാനും അതുതന്നെയായിരുന്നു. പക്ഷെ അതൊക്കെ ഞങ്ങൾ തകർത്തിട്ടുണ്ട്. കാരണമല്ല, ഞാൻ ഡിച്ചുവിന് പറഞ്ഞു കൊടുത്തു ഡിച്ചു അവിടെ പാർക്കുണ്ട്, ഞങ്ങൾക്ക് പോയി കളിക്കുക എന്നുള്ള കാര്യം. എനിക്ക് കളിക്കേണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എന്തായാലും അമ്മയുടെ എനിക്ക് നല്ല വഴക്ക് കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെ ഡിച്ചു ആണെങ്കിലും ഡിച്ചു പറഞ്ഞാൽ വഴക്ക് കിട്ടും. അവൻ അതൊന്നും ഒരു പ്രശ്നമല്ല. അവൻ പിന്നെ അവിടെ കിടന്ന് അലറലായിരിക്കും എനിക്കിപ്പോൾ പോകണമെന്ന് പറഞ്ഞ്. പിന്നെ പോയാൽ പിന്നെ ഞാനും കൂടി കയറില്ലേ. പിന്നെ ഞങ്ങൾ അവിടെ ഉള്ള ഒരു വലിയ സെറ്റ് പോലുള്ളൊരു സ്ലൈഡും അങ്ങനെ ഊഞ്ഞാലൊക്കെ ഉള്ളൊരു സ്ഥലമില്ലേ, അവിടെ ഇരുന്ന് ഇങ്ങനെ പോയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത് കളിച്ചാൽ തന്നെ എൻ്റെ അമ്മക്ക് ഒടുക്കത്തെ പേടിയാണ്. അവൻ വീഴില്ലേ ആകെ പേടിയാണ്. അപ്പം അവൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും തെച്ചു അവനെ ഇറക്കിയിട്ട് ഇറങ്ങ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളെന്തായാലും കുറേ നേരം കളിച്ചു. ഞങ്ങൾ പിന്നെ വീട്ടിൽ പോയപ്പോഴത്തേക്കൊക്കെ ഒരു രാത്രി സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ബ്രിഡ്ജ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പാർക്കിൻ്റെ ആ ഒരു ഇതിൽ തന്നെ അങ്ങനെ സ്ലൈഡ് എല്ലാം ഇറങ്ങി. ഇത് മാത്രമല്ല കേട്ടോ, ഞങ്ങൾ വേറൊരു സൈഡിലുള്ള ഒരു സ്ലൈഡ് മാത്രമായിട്ടുള്ള ഏരിയയിലോട്ടും അങ്ങനെ സ്വിങ് മാത്രമായിട്ടുള്ള ഏരിയയിലും സീസോലും അങ്ങനെ